ഗലാത്യ 5-ാം അധ്യായത്തിൽ 16 മുതലുള്ള തിരുവാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. ഹെഡിങ് തന്നെ ഇങ്ങനെയാണ്, ജഡത്തിൻ്റെ വ്യാപാരങ്ങളും ആത്മാവിൻ്റെ ഫലങ്ങളും. ഇത് രണ്ടും ഒരുമിച്ച് പോവില്ല. ജഡത്തിൻ്റെ വ്യാപാരത്തിൽ ജീവിക്കുന്നവർക്ക് ആത്മാവിൻ്റെ ഫലം അനുഭവിച്ച് ജീവിക്കാൻ പറ്റില്ല. ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ, ആത്മാവിൻ്റെ ഫലങ്ങൾ, ഏത് വേണം? 16-ാം തിരുവാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കുവിൻ. ചിലർ ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കുമ്പോൾ മറ്റു ചിലർ കളിയാക്കി പറയും, എന്തിനാ ഇത്രയൊക്കെ, ദിസ് ഈസ് ടു മച്ച്, എന്തിനാ എക്സ്ട്രീം പോണേ എന്നൊക്കെ ചോദിക്കും. സ്വർഗം ഒരു എക്സ്ട്രീം അല്ലേ? ഒരു ക്രിസ്ത്യാനി ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് ജീവിക്കണം. ജഡത്തിൻ്റെയോ ലോകത്തിൻ്റെയോ പിശാചിൻ്റെയോ പ്രേരണ അനുസരിച്ചല്ല ഒരു ക്രിസ്ത്യാനി ജീവിക്കേണ്ടത്. ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കുവിൻ. അപ്പോൾ നമ്മൾ വ്യാപരിക്കുന്നതൊക്കെ ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് വേണം. ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. ഒരു പ്രാവശ്യം തൃപ്തിപ്പെടുത്താമെന്നാണോ? ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. കാരണം പറയുന്നുണ്ട്, എന്തെന്നാൽ 17-ാമത്തെ തിരുവാക്യം, എന്തെന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിന് എതിരായിട്ട് നിൽക്കും. ജഡമോഹങ്ങൾ ആത്മാവിന് എതിരാണ്. അതുകൊണ്ടാണ് ജഡമോഹങ്ങൾ നമ്മൾ ഉപേക്ഷിക്കേണ്ടത്. ചിലർ ചോദിക്കും, എന്താ കുഴപ്പം, കുറച്ച് ആത്മീയ മോഹങ്ങളും കുറച്ച് ജഡമോഹങ്ങളും ഇരിക്കട്ടെ. കുഴപ്പമിതാണ്, ജഡമോഹങ്ങൾ ആത്മാവിന് എതിരാണ്, ഓപ്പോസിറ്റ്, വിപരീതം, ഒരു ക്രോസ്, ഇങ്ങനെ ക്രോസാവത്. ഈശോയുടെ ക്രോസ് അല്ല, ഇങ്ങനൊരു ക്രോസ്. ജഡമോഹങ്ങൾ ആത്മാവിന് എതിരാണ്, നോ കോംപ്രമൈസ്. ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ്. അപ്പോൾ ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ ജഡത്തിനെതിരാണ്. അപ്പോൾ ആത്മാവിൻ്റെ അഭിലാഷങ്ങളുണ്ടായി ജീവിക്കുന്നവരും ജഡത്തിൻ്റെ മോഹങ്ങളുണ്ടായി ജീവിക്കുന്നവരും ഒത്തുപോവില്ല, എതിരാണ്. ഒരു കുടുംബത്തിൽ തന്നെ ആത്മാവിൻ്റെ അഭിലാഷങ്ങളനുസരിച്ച് ജീവിക്കുന്നവരുണ്ട്, ജഡത്തിൻ്റെ മോഹങ്ങളനുസരിച്ച് ജീവിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് വരും, എതിരാണ്. അതിൽ പറഞ്ഞ ഒരു വീട്ടിൽ 2 പേര് 3 പേർക്ക് എതിരായിരിക്കും എന്നൊക്കെ പറയുന്നത് ഇതാണ്. കർത്താവിനെ ചൂസ് ചെയ്ത് ആത്മീയ അഭിലാഷങ്ങളിൽ ജീവിക്കുന്നവർ, അവർക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. എന്തിനോട്? ജഡമോഹങ്ങളനുസരിച്ച് കർത്താവിനെ ചൂസ് ചെയ്യാതെ ജീവിക്കുന്നവരോട്. അത് കോംപ്രമൈസ് ചെയ്യലല്ല ഐക്യം. ഐക്യം ആ കുടുംബത്തിലുണ്ടാവുന്നത് എല്ലാവരും ഈശോനെ സ്വീകരിച്ച് എല്ലാവരും ആത്മീയ അഭിലാഷത്തിൽ ജീവിക്കണം. അപ്പോഴാണ് ഐക്യം വരിക. ദൈവത്തിൻ്റെ പരിശുദ്ധാരൂപിയാണ് ഐക്യം കൊണ്ടുവരിക, ജഡമോഹങ്ങളൊക്കെ ഉപേക്ഷിക്കുമ്പോൾ. അല്ലാതെ കുറച്ച് പേര് ജഡമോഹങ്ങൾ വെച്ചിരുന്നിട്ട് ആത്മീയ അഭിലാഷങ്ങളുള്ളവരോട് പറയാണ് നിങ്ങൾ ഐക്യപ്പെടണം എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവുന്നത്? ജഡമോഹങ്ങൾ ആത്മാവിനെതിരാണ്, ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ്, ഓപ്പോസിറ്റ്. അവ പരസ്പരം എതിർക്കുന്നത് നിമിത്തം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു. പലപ്പോഴും ഒരു ജെനുവിനായിട്ടുള്ള ആഗ്രഹമാണെങ്കിൽ പോലും അത് പ്രവർത്തിക്കാൻ പറ്റണില്ല. പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ട്, പറ്റണില്ല. എന്താ കാരണം? കുറച്ച് ജഡമോഹം, കുറച്ച് ആത്മീയ അഭിലാഷം രണ്ടും കൂടി വെച്ചിരിക്കുക. അപ്പോൾ അത് രണ്ടും പരസ്പരം എതിർക്കുക. അവ പരസ്പരം എതിർക്കുന്നത് നിമിത്തം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു. വേറൊരു സ്ഥലത്ത് നമുക്കറിയാം, ഇച്ഛിക്കുന്ന നന്മ ചെയ്യാൻ പറ്റണില്ല, ഇച്ഛിക്കാത്ത തിന്മയെ ചെയ്തു പോണേ. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പാപമാണ്, എന്നിൽ വസിക്കുന്ന പാപമാണെന്ന് പറയുന്നുണ്ട്. എന്താണ് ഈ ജഡിക പാപം ഉണ്ടാകുമ്പോൾ അതിങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും. പ്രാർത്ഥിക്കാൻ സമ്മതിക്കില്ല, ബൈബിൾ വായിക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ 2 വഞ്ചിയിൽ കാലിട്ട് പോകുന്നത് നമുക്ക് നിർത്താം. എന്നാൽ ജഡമോഹം മാത്രം മതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോൺസിക്വൻസ് നാശമാണ്, മരണമാണ്. ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്കും നയിക്കുന്നു. അപ്പോൾ ഒരു ചോയ്സ് എടുക്കണം. ചോയ്സ് എടുക്കുമ്പോൾ സഹായിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. വിജയ് സഭയിൽ വിശുദ്ധരൊക്കെ ഉണ്ട്, മാലാഖമാരുണ്ട്. ഈ ഭൂമിയിലും നന്നായി ആത്മീയമായി ജീവിക്കുന്നവർ സഹായിക്കും. അപ്പോൾ കുറച്ച് ജഡമോഹവും കുറച്ച് ആത്മീയാഭിലാഷവും ഭയങ്കര ഡേഞ്ചറസ് ആണ്. അവ തന്നെ പരസ്പരം എതിർക്കും. അപ്പോൾ ഉള്ളിലൊരു സംഘർഷം, ഒരു കോൺഫ്ലിക്റ്റ്. അപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഉറക്കം വരിക, പല വിചാരം വരിക.